തിരുവനന്തപുരം തച്ചോട്ടുകാവ് ലൊക്കേഷനിൽ, അതായത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണെങ്കിൽ വെറും 13 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ, അതായത് അരമണിക്കൂർ യാത്ര ചെയ്തെത്തുന്ന ദൂരത്തിൽ 4 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് വാഷ്റൂമും കിച്ചൺ കൂടാതെ വർക്ക് ഏരിയ ഉള്ള ഒരു ബജറ്റ് ലക്ഷറി ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു വില്ല പ്രൊജക്റ്റിനകത്താണ് വരുന്നത്. ഒരുപാട് വീട്ടിലടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ് അതിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില 52 ലക്ഷം രൂപയേ ഉള്ളൂ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇത് ഒരു നില വീടാണ്. ഇവിടെ മുറ്റത്ത് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. അവിടെ എല്ലാം പാനൽ ഇരിക്കുന്നത് തടിയുടെ പാനലാണ്. ഇവിടെ മാത്രമല്ല വിൻഡോ ഡിസൈൻ എല്ലാം അതുപോലെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ഭാഗത്തായിട്ട് നമുക്ക് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന സ്പേസും കൊടുത്തിട്ടുണ്ട് ഈ 2 സൈഡിലായിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നേരെ വരുമ്പോൾ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്, വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബജറ്റ് റേഞ്ച് ആണെങ്കിൽ പോലും ആ ഒരു ബജറ്റ് ലക്ഷറിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പ്രീമിയം ലക്ഷറി വീട് എങ്ങനെയാണ് വാങ്ങുന്നത് അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നീറ്റായിട്ട് പോളിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നേരെ ഡബിൾ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത് ഒരു ഫോയറിലേക്കാണ്. ഇവിടെ ആയിട്ട് TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടും പോയിന്റ് ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ വുഡ് വർക്ക് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പാനൽ കൊടുത്തിരിക്കുകയാണ്. ഒരു ചാർക്കോൾ ഫിനിഷുള്ള പാനലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ആയിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടും ജിപ്സ സീലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാൻ ഇട്ടിരിക്കുന്ന ഹോൾഡറിന് മുകളിലായിട്ട് ആ ഒരു പാനലെല്ലാം വുഡ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വുഡ് തീമോ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ആ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ, അതായത് റൗണ്ട് ചെയ്തിട്ട് ഈ പാനൽ കൊടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് തീമിലുള്ള ഒരു ചാർക്കോൾ പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സിമ്പിളായിട്ടുള്ള സീലിംഗ് ഏരിയ, അതായത് നമ്മളിപ്പോൾ ലിവിങ് ഏരിയ കയറി ഡൈനിങ് ഏരിയ ത്രൂ ഔട്ട് വരുവാണെങ്കിൽ ഫുള്ള് സീലിംഗ് ഏരിയ, നല്ല മനോഹരമായിട്ടാണ് സീലിംഗ് ഇരിക്കുന്നത്. ഇവിടെ എല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പാനലിരിക്കുന്ന ഭാഗത്തായിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് മൊത്തത്തിൽ അവിടെ നിന്നേ കാണുന്ന ഈ റൗണ്ട് ചെയ്ത് മൊത്തത്തിൽ പ്രൊഫൈൽ ചാനലും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പാനൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം കൊത്തുപണി ചെയ്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുകയാണ്. അത് നേരിട്ടൊന്ന് കണ്ടാൽ അറിയാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഭാഗത്തും ഡോറും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലോറിംഗ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെർട്ടിഫൈഡ് ടൈലാണ്. അതുപോലെ സ്വിച്ച് ബോർഡെല്ലാം ആങ്കർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു സെർവിങ് കൗണ്ടർ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും പാനൽ ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ടും പാനലാണ്, ഫുള്ള് തടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 4 ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കോറൊക്കെ വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. അത്യാവശ്യം വീതി നീളമുള്ളൊരു സെർവിങ് കൗണ്ടറാണ്. അവിടെ അടിയിലായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടും കാണാം ഡെക്കോർ വയ്ക്കാനുള്ള സ്പേസാണ്. ഇനി ഈ ഒരു ഓപ്പൺ കിച്ചണിലേക്ക് വെൽക്കം ചെയ്യുന്നതിന് ഒരു ഫുൾ ആർച്ചാണ്. അത് മാത്രമല്ല മുകളിലായിട്ടും CNC കട്ടിങ്, ഈ തടിയിൽ തന്നെയാണ് CNC കട്ടിങ് കൂടി നന്നായി ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മൾ നേരെ വരുന്നത് ഈ ഓപ്പൺ കിച്ചണിനകത്തേക്കാണ്. അത് നോക്കുകയാണെങ്കിൽ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. ഫേബർ എന്ന ബ്രാൻഡാണ് നൽകിയിരിക്കുന്നത്. ഹുഡ് ആൻഡ് ഹോബ് എല്ലാം വാറൻറ്റി ഉള്ളതാണ്. ഇവിടെ കൗണ്ടർ ടോപ്പ് എല്ലാം നൽകിയിരിക്കുന്നത് ഗോൾഡൻ തീമിലുള്ള ഫുൾ ബോഡി ടൈലാണ്. ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സെറ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ സിങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ഒരു മോഡുലാർ കിച്ചൺ പോലെ ചെയ്തിരിക്കുകയാണ്. അതുപോലെ മുകളിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് രാജകീയമായിട്ടുള്ള ഡോർ ഹാൻഡിലേക്ക് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം പ്രോ ലിഫ്റ്റ് കബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം എപ്കോ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡോർ ഹാൻഡിൽസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു എസ്തെറ്റിക് ഡിസൈനിലുള്ള ഡോർ ഹാൻഡിൽസിനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് അതുപോലെ തന്നെയാണ് ഫുൾ സർഫസ് ലൈറ്റ് പോയിക്കാണ്. ഇവിടെയായിട്ട് CNC കട്ടിങ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം വോളിലെല്ലാം ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ സിംഗിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ഈ 2 ഭാഗത്തുമുണ്ട്. ആ ഒരു സൈഡിലായിട്ടുമുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ സ്ഥാനം. വലിയ ഫ്രിഡ്ജൊക്കെ സുഖമായിട്ട് വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കിച്ചണിൽ തന്നെ ഫാൻ നൽകിയിട്ടുണ്ട്. അവിടെ നേരെ നമ്മൾ കിച്ചൺ കൂടാതെ വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയ നോക്കാൻ നല്ല സ്പേസ് ഉള്ള ലെങ്തി ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ്. ഇവിടെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നത്. സിങ്കും കൊടുത്തിട്ടുണ്ട്. അതും സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. ഇവിടെ വാസ്തുപ്രകാരം 2 ഭാഗത്തും ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഡോർ കൊടുത്തിട്ടുണ്ട്, അവിടെയും ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഭാഗത്തേക്ക് ചുറ്റി പോകാൻ പറ്റുന്നതാണ്. ഇവിടെയെല്ലാം പോളികാർബൺ ഷീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലൈറ്റും കിട്ടുന്നതാണ്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ പുറത്ത് കിണർ നൽകിയിട്ടുണ്ട്. പുറത്ത് പ്രത്യേകിച്ച് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ്. അത് 3 ഒരേ ലൈനിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. എടുത്ത് പറയുന്ന ഡോറിൻ്റെ ഡിസൈനാണ്. എല്ലാം ഒരേ പാറ്റേണിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കൊത്തുപണികൾ ചെയ്ത നല്ല ഡോർ ഹാൻഡിലൊക്കെ കൊടുത്ത് സ്റ്റൈൻലെസ് സ്റ്റീലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലേക്ക് വരാം.
അപ്പോൾ ഈ ഒരു റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-10 സൈസ് വരുന്ന റൂമാണ്. 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഒരു വലിയ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മേക്കപ്പ് പീരിയഡ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ തന്നെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാനൽ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഭിത്തിയെല്ലാം പുട്ടി ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമും ഉണ്ട്. ഇവിടുത്തെ ബാത്റൂമിൽ ഡോറൊക്കെ നോക്കുവാണെങ്കിൽ നല്ല തടി ഡിസൈനിലുള്ള ഡോറൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ക്ലോസറ്റ് സെറയാണ്, വാഷ് ബേസിൻ സെറയാണ്. അതുകൂടാതെ തന്നെ ടാപ്പ് എല്ലാം സെറേൻ്റെ യൂസ് ചെയ്യുന്നത് ഡയബറ്റുള്ള ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഷവർ യൂണിറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഷവർ പാനൽ ഏരിയയിലായിട്ട് ഒരു വേറെ തീമിലുള്ള ടൈലും കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള നല്ല ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇനി നമുക്ക് ഈ ഒരു ഫോയർ എന്ന നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള ബെഡ്റൂമാണ്. ഇവിടെ ഈ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായി സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 3 ഡോറുള്ള വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വലിയ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്തു തരുന്നതിനകത്തായിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് കൂടാതെ ഇന്റീരിയർ വർക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിലും ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ഡോർ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. സെറയുടെ ഫിറ്റിംഗ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു നമുക്ക് ഷവർ ഏരിയയിലായിട്ട് ഒരു വേറൊരു തീമിൽ ടൈലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. ആ ബെഡ്റൂമിൻ്റെ ഡോർ എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ഈ 3 ഡോറുള്ള വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ്. അതിൽ മിറർ യൂണിറ്റ് മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടും ഫാൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ മുകളിലായിട്ട് AC-യുടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും പുട്ടി ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം സെറ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി സെറ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള അത്രയും ഒരു ബഡ്ജറ്റ് ലക്ഷറി ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിട്ടുള്ള ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 52 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.